ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ ടോണറാണ്. നമുക്ക് സിമ്പിളായിട്ട് മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോൻ്റെ ഒക്കെ അടിയിൽ ഒരുപാടായിട്ട് വരുന്ന കമൻറ്റാണ്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല. പാരമ്പര്യമായിട്ട് മുടി വളർച്ച ഉള്ളവർ മാത്രമേ ഇത് ചെയ്തിട്ടൊക്കെ കാര്യമുള്ളൂ, അല്ലാത്തവർ എന്ത് തന്നെ ചെയ്താലും അവർക്ക് റിസൾട്ട് കിട്ടില്ല. ഇതൊക്കെ ഇവർ വെറുതെ പറയുന്നതാണ്, അല്ലെങ്കിൽ മുടിയുള്ളവർ മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത്, അല്ലാത്തവർ ഇതൊന്നും ചെയ്ത് കാണിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കമൻറ്റ് വീഡിയോയുടെ അടിയിലായിട്ട് വരാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. ശരിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരുപാട് നല്ല മുടിയുള്ള ആളല്ല. ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ ഡെലിവറി കഴിയുന്നവരെ എനിക്ക് ഉള്ളില്ലാത്ത ഭയങ്കര തിന്നായിട്ടുള്ള മുടിയായിരുന്നു. എൻ്റെ തലയോട്ടിയൊക്കെ തെളിഞ്ഞ് കാണുന്ന രീതിയിൽ നെറ്റിയുടെ അവിടെയൊക്കെ അത്രയ്ക്കും മുടി എനിക്ക് കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ല മുടിയുള്ളവരെ കാണുമ്പം എനിക്ക് മുടിക്ക് ഉള്ളു കുറവായതിൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. നീളം അത്രയ്ക്ക് കുറവുണ്ടായിരുന്നില്ല, ഒരു അത്യാവശ്യം നീളമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മുടിക്ക് ഉള്ളായിരുന്നു എപ്പോഴും കുറവുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വലിയവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മൾ ജനിക്കുന്ന സമയത്തെ നമുക്ക് നന്നായിട്ട് മുടിക്ക് ഉള്ളു വേണം, എങ്കിലേ പിന്നീട് അങ്ങോട്ട് മുടിക്ക് ഉള്ളു ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പിന്നീട് വലുതായി കഴിഞ്ഞിട്ട് മുടി ഉള്ളു വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് അതിനോട് റിസൾട്ട് കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോയില്ല. പിന്നെ ഡെലിവറി കഴിഞ്ഞത് മുതൽ എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലുണ്ടായി. എൻ്റെ മുടി കുറച്ചും കൂടെ തിന്നായിട്ടൊക്കെ വന്നു, പിന്നെ നെറ്റിയൊക്കെ കുറച്ചുകൂടെ കാണാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏതെങ്കിലും ഒരു എണ്ണ കാച്ചിയൊക്കെ യൂസ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഉരുക്ക് വെളിച്ചെണ്ണ. അത്രയും കാലം ഞാൻ എൻ്റെ മുടിയിൽ വെളിച്ചെണ്ണ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിലിന് കുറവൊന്നും വന്നില്ല, പക്ഷെ മുടി നീളം വയ്ക്കുന്നൊക്കെയുണ്ട്, അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. അപ്പോൾ ആ ഒരു എണ്ണ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു എണ്ണ കാച്ചാം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ സെയിൽ ചെയ്യുന്ന ദിയൂസ് ഹെയർ ഓയിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു എണ്ണയാണ്. ആദ്യത്തെ യൂസ് തന്നെ, അതായത് ഒരാഴ്ച യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുടിയിൽ നല്ല മാറ്റം വന്നു, നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിൽ കുറഞ്ഞു. പിന്നെ ഒരു മാസമൊക്കെ യൂസ് ചെയ്തപ്പോഴാണ് പുതിയ മുടികളൊക്കെ ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം പെട്ടെന്നുള്ള ഒരു മാറ്റമായിരുന്നു ആ ഒരു എണ്ണ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഹെയർ കെയർ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഹെയർ പാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ മാസ്കുകൾ അങ്ങനെയുള്ളതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ഒന്ന് പഠിക്കാനും നമുക്ക് ചേരുന്നത് യൂസ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് കൊണ്ട് മാത്രം നമുക്ക് മുടി വളർച്ച ഉണ്ടാവണം എന്നില്ല. അപ്പോൾ പാരമ്പര്യം നിങ്ങളൊരു ഘടകമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് എക്സ്റ്റേണലായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് നാളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം തന്നെ നിങ്ങളുടെ മുടിയിൽ ചെറിയ രീതിയിലാണെങ്കിലും മാറ്റം വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് പിന്നീട് അത് വലിയൊരു മാറ്റമാക്കി എടുക്കാൻ നമുക്ക് പറ്റുന്നത്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കൺസിസ്റ്റൻസി വേണം. അതുപോലെ തന്നെ നമ്മൾ നല്ല എഫേർട്ട് കൊടുത്ത് നമ്മൾ സിൻസിയർ ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് മൈൻഡിൽ വയ്ക്കുക, എന്നിട്ട് ഹെയർ കെയർ ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ടോണറാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെയർ ടോണർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം. ആ ഒരു പാത്രത്തിലേക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. അപ്പോൾ ഉലുവ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികൾ വളർന്നു വരാനും തലയിലുള്ള താരൻ മാറിക്കിട്ടാനും മുടി നല്ല സ്മൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇവിടെ 2 സ്പൂൺ ഉലുവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ടോണർ നിങ്ങൾക്ക് എടുത്തു വെച്ച് ഒരു 3 ദിവസം വരെയൊക്കെ യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ 2 സ്പൂൺ ഉലുവ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 5 ഗ്രാമ്പു ആണ് എടുത്തിട്ടുള്ളത്. ഗ്രാമ്പു യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും നമ്മുടെ തലയിലുള്ള താരൻ മാറാനും പിന്നെ നീരിറക്കം കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അതുകൊണ്ടാണ് ഗ്രാമ്പുവും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് റോസ്മേരി ആണ്. റോസ്മേരി എന്ന് പറഞ്ഞാൽ അത്
ചില സ്ഥലത്തൊക്കെ ഭക്ഷണത്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ചില നാട്ടിലൊക്കെ ഭക്ഷണത്തിൽ അത് യൂസ് ചെയ്യാറുണ്ട്. നല്ല സ്മെല്ലുള്ള ഒരു സംഭവമാണ്. അത് ഒരു ഇലയാണ്. അപ്പോൾ ആ ഇല ഉണക്കിയിട്ടുള്ളതാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത് കഴിക്കാൻ മാത്രമല്ല നമ്മുടെ മുടി വളർച്ചയ്ക്കും നല്ലതായിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ നല്ല മാറ്റം മുടിയിലുണ്ടാകും. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരൊറ്റ യൂസ് തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ മുടിയൊക്കെ കൊഴിഞ്ഞ് നെറ്റി കയറലും ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും അവിടെയൊക്കെ പുതിയ മുടിയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അത്രയ്ക്ക് പുതിയ മുടികൾ വളർന്നു വരാൻ അത്രയ്ക്കും നല്ലതായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് റോസ്മേരിയാണ് വേണ്ടത്. ഇത് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും, പിന്നെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല. ഈ ഒരു ബോട്ടിലിന് 90 രൂപയാണ് വരുന്നത്. അപ്പം 1 സ്പൂൺ റോസ്മേരിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് പകുതി ആകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു മഞ്ഞ കളറിലായിട്ട് ആ ഒരു വെള്ളം വരും. ഇനി വെള്ളം പകുതിയായിട്ട് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം ഇത് നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് ഒരു കുപ്പിയിലാക്കി വയ്ക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെയാണ് ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്യേണ്ടത്. പിന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ടോണറാണ്. തലയ്ക്ക് തണുപ്പ് പ്രശ്നം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് ഒരു സിറം പോലെ യൂസ് ചെയ്യാം. അതായത് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അവർക്കിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ കുളിക്കുന്ന സമയത്ത് കഴുകിയെടുത്താൽ മതി. ഇനി തണുപ്പ് പ്രശ്നമുള്ളവരാണ്, ഒരുപാട് സമയം വെള്ളമൊന്നും തലയിൽ വെച്ചിരിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ രാത്രി സമയത്ത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് അളവിൽ വെള്ളം എടുക്കേണ്ട. നമ്മൾ സാധാരണ എണ്ണയൊക്കെ തേക്കുന്ന രീതിയിൽ അത്രയ്ക്ക് എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. വളരെ കുറഞ്ഞ അളവിൽ സ്കാൽപ്പിലേക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പറയാം. കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ തലയിൽ വയ്ക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അരമണിക്കൂറൊക്കെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നിങ്ങൾ ഈ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്